വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ജോലിക്കാരാണ് ഇവിടെ താമസിക്കുന്നവരിൽ അധികവും. ആസ്പെറ്റോസ് കൊണ്ട് കിട്ടിയ ഒറ്റമുറിയിൽ 1-2 കുടുംബം. ശുദ്ധജലം ഇവർക്ക് കിട്ടാക്കനി. ബാത്റൂം, ടോയ്ലറ്റ് സൗകര്യമില്ല. लेटरिन के लिए जो हम लोग पायखाना जो करते हैं वो दिक्कत है, लेकिन लड़की लोग हम लोग उन लोग को चादर उधर बना के दिए हैं। हम लोग खुला में मैदान जाता है और नहाने के लिए हम लोग के बगल में हैंड पंप ही है। കുഞ്ഞുങ്ങൾക്കിടയിൽ ആസ്മ, ത്വക്ക് രോഗങ്ങൾ, പോഷകക്കുറവ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ. ഈ ലേബർ ക്യാമ്പിൽ 7 വയസ്സിന് താഴെ പ്രായമുള്ള 25 കുട്ടികളാണുള്ളത്. 2 ഗർഭിണികളും ക്യാമ്പിലുണ്ട്. 2 തവണ ഡോക്ടർമാരെത്തി രക്തം പരിശോധിച്ചു. അതിന്റെ റിസൾട്ട് എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. പനി വന്നാൽ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കും. ഇത് മാത്രമാണ് ഇവരുടെ ആശുപത്രി സന്ദർശനം. കോൺട്രാക്ട് എടുത്തവർ തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് പോയിട്ട് കൂലി പോലും മര്യാദക്ക് നൽകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഏറ്റവും കൂടുതൽ പനിബാധിതരുണ്ടായ ജില്ലയിൽ പകർച്ചവ്യാധിക്കെതിരെ നടപടിയെടുത്തപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യം 1-2 മെഡിക്കൽ ക്യാമ്പുകളിൽ ഒതുക്കി. അതും സന്നദ്ധ സംഘടനകൾ മുൻകൈയെടുത്ത്. ഒരു ക്യാമ്പ് മുൻപ് നമ്മൾ ഇവിടെ തന്നെ നടത്തിയിട്ടുണ്ട്. അന്ന് പള്ളിക്കകത്ത് വെച്ചായിരുന്നു. ഭയങ്കരമായിട്ടൊക്കെ ഉള്ള ഇതുള്ളത് കൊണ്ട് മറ്റു അസുഖങ്ങളുടെ മൂർധന്യാവസ്ഥയിലൊക്കെ നിൽക്കുന്ന സമയത്ത് പനിയൊക്കെ ആയിട്ട് ക്യൂ ആയിരുന്നു ഇവിടെ. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ തൊഴിലും ആരോഗ്യവും സംരക്ഷിക്കാൻ നിയമങ്ങൾ ഉണ്ടായിരിക്കെയാണ് സംസ്ഥാനത്ത് ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കുന്നത്. മീഡിയ 1